അരുൺ മാധേശ്വരൻ സാറിന്റെ പടം എന്തെങ്കിലും ഒരു ടൂള് നമ്മുടെ കയ്യിൽ തരും. ലോകേഷ് കനകരാജിന്റെ കൂടെ ഒരു കോംബോ റോള് കിട്ടി. ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ലോകേഷ് സാർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ആക്ച്വലി ആക്ടിങ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ച് വന്നത്. പക്ഷെ ഭയങ്കര ടാസ്ക്കാണ്. ഞാനിനി അഭിനയിക്കാൻ വരില്ല. ഫൈറ്റ് ഒക്കെ ചെയ്തപ്പോൾ അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഞാൻ വിശ്വസിച്ച് ചെയ്യുന്നുണ്ട്, നാട്ടുകാർ ചിരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു സെറ്റിൽ. കറുപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഐഫോൺ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വാമിക മേടിച്ചു തന്നു, വാമിക എനിക്ക് തന്നതാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ആ ഗിഫ്റ്റ് അവർ തന്നത്. DC-യുടെ ഒരു പ്രിവ്യൂ ഷോന്റെ ഒരു സ്റ്റില്ല് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഉള്ള സിനി ഫാൻസ് എല്ലാം ഈ പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അരുൺ മാധേശ്വരൻ സാറിന്റെ ഫിൽമോഗ്രാഫിനെ കുറിച്ച് അറിയാമെങ്കിലും ലോകേഷ് സാർ എന്നുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അത്രയും പേര് അവിടെ ഗ്യാദർ ആയത്. ലിയോ വരുന്ന സമയത്തും ഞാൻ പോയി ചോദിക്കുമായിരുന്നു അപ്രോച്ച് ചെയ്യും. പക്ഷേ അത് LCU ആയത് കാരണം പുള്ളി പ്രൂവ് ചെയ്തു ഇപ്പോൾ ഒരു മീൻ മെറ്റീരിയൽ അല്ലെന്നുള്ള രീതിയിലോട്ട് മാറുന്നുണ്ട്. ലോകേഷ് സാർ വരെ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് ഞാൻ DC സെറ്റിലാണ് മനസ്സിലാക്കുന്നത്. കൈതി തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. ആ തണ്ണിക്കാനിടുന്ന പയ്യൻ ജീവനോടുണ്ടോ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് ആലോചിക്കട്ടടാ, ഇത് എങ്ങനെയാണ് ആ കണക്ഷൻ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഡ്രോപ്പിൽ നിർത്തിയാലും മനസ്സ് തളരാതെ അവിടെ ഷോട്ട് റോൾ ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം എവിടേക്കോ പുള്ളി നോട്ട് ചെയ്ത് ഫ്രെയിമിൽ നമ്മളെ നോട്ട് ചെയ്ത് അവൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അല്ലു സാർ എന്നുള്ളത് തന്നെ ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ളൊരു മെറ്റീരിയലാണ്. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ പോകുന്ന ഒരാളുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മളൊക്കെ അമ്പരന്ന് നോക്കി പോകുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ വിക്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രണവിനെ നോട്ട് ചെയ്യുന്നു. ഓക്കെ, കമലഹാസന്റെ ആ ഒരു ടേണിംഗ് പോയിന്റ് ഇന്റർവൽ ബ്ലോക്കിൽ കൈ കൊണ്ട് കാണിച്ച ഒരു ക്യാരക്ടറാണ് പ്രണവ്. അതെ, പുള്ളിയുടെ സ്ക്രീനിൽ നമ്മുടെ ഫേസ് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അനിരുദ്ധിനെ പിന്നെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇത്? ഇല്ല, ഞാൻ അരുൺ മാധേശ്വരന്റെ പുതിയ ചിത്രമായ DC എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത പ്രണവ് തിയോഫിനാണ് ഇന്ന് റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ചേരുന്നത്. നമസ്കാരം പ്രണവ്. നമസ്കാരം. ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം DC ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെയാണ് പടം കണ്ടത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതും ലോകേഷ് കനകരാജിന്റെ കൂടെ ഒരു കോംബോ റോള് കിട്ടി. എങ്ങനെയാണ് DC-ലോട്ട് എത്തുന്നത്? എങ്ങനെയാണ്? ആക്ച്വലി DC എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ വലിയ വലിയ സിനിമകൾ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ന്യൂസോ എന്തെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ബട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു DC-യെ സംബന്ധിച്ചിടത്തോളം വന്നത്. ലോകേഷ് സാറും അരുൺ സാറും കൂടെ കോംബോയിൽ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഫോട്ടോ പോസ്റ്റായിട്ടാണ് അവർ ആദ്യം ഇട്ടത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് നരിവേട്ടയ്ക്ക് മുമ്പായിരുന്നു, നരിവേട്ട റിലീസിന് കുറച്ച് മുമ്പായിരുന്നു ആ ഫോട്ടോ ഇട്ടത്. പിന്നെ ആഫ്റ്റർ റിലീസാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിയത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അരുൺ സാറിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. റോക്കി, സാണിക്കായതം, ക്യാപ്റ്റൻ മില്ലർ പോലുള്ള സിനിമകൾ വർക്ക് ചെയ്ത് വന്ന സാറിൻ്റെ പ്രൊജക്റ്റിൽ എപ്പോഴെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ്, ബഡ്ഡിങ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കത് എത്രയും ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് പുള്ളീനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. കോൺസെപ്റ്റായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പുള്ളീനെ ടാഗ് ചെയ്യുന്ന സമയത്ത് പുള്ളി അത് കാണുകയും നമുക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുകയും അങ്ങനെ ഒരു ബന്ധത്തിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആഫ്റ്റർ റിലീസ് നരിവേട്ട കഴിഞ്ഞിട്ട് ഒരു നല്ല പ്രൊഫൈലോട് കൂടെ തന്നെ സാറിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് നരിവേട്ട റിലീസിന് ശേഷം ഞാൻ എൻ്റെ നരിവേട്ടയുടെ പ്രൊഫൈൽ ഞാൻ സാറിന് അയക്കുകയായിരുന്നു. അയച്ചിട്ട് ഞാൻ റീസെൻ്റ്ലി വർക്ക് ചെയ്ത പ്രൊജക്റ്റാണ് സാറെന്ന് പറഞ്ഞപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സാർ ഇത് കണ്ടിരുന്നു. മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു തുടക്കമാണിത്. ഫൈനലി പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു വിളി വന്നു, ഇതിനെ പോലെ DC എന്ന് പറഞ്ഞൊരു പടമാണ്, അപ്പോൾ നിങ്ങൾ വരുമോ, ഓഫീസിലേക്ക് വരുമോ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ അവിടെ ചെന്ന് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കയറിയ ശേഷമാണ് കംപ്ലീറ്റഡ് ആയിട്ട് DC എന്ന് പറഞ്ഞത്. ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു? യെസ്, ഓഫ് കോഴ്സ് ഓഡിഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ഡയറക്ടർ പുള്ളിക്ക് ആവശ്യമായ ഒരാളെ മുഖം വഴി കണ്ടുപിടിച്ചാലും അവനെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓഫീസിലൊന്ന് ചെയ്ത് നോക്കിപ്പിക്കും. അങ്ങനെ നോക്കി പുള്ളിക്ക് കംഫർട്ടബിൾ ആയി എന്ന് അറിഞ്ഞപ്പോഴാണ് ഇന്നായത്. ആക്ച്വലി ഈ സിനിമയിൽ ഇപ്പോൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ലോകേഷിൻ്റെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ സിനിമ റിലീസായി ഇത്രയും കഴിഞ്ഞപ്പോൾ ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ 2-3 സിനിമകളായി, ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ബാക്ക്ഡ്രോപ്പ് ആരും നമുക്കില്ല. ഒരാളെ അറിയാതെ നമ്മൾ കഷ്ടപ്പെട്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച് കുറച്ച് കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്ത് ഒരു 12 to 13 ഇയേഴ്സ് ഓഫ് ജേണിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചിരിക്കാൻ കാരണം. അപ്പോൾ അതിലേക്ക് ഒറ്റ ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ ഓടുന്നത്. എങ്ങനെയെങ്കിലും നമ്മളൊരു ദിവസം എത്തിപ്പെടും. നമ്മുടെ അകത്തൊരു ടാലൻ്റ് ഉണ്ട്,
അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാകുന്ന സമയത്ത് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരുന്നു അത്രയും ഞാനൊരു സ്ട്രഗിൾ ചെയ്തത്. ഇപ്പോൾ കറക്റ്റായിട്ട് DC വന്ന ശേഷം ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് ഞാൻ ചെയ്ത നരിവേട്ട അതിനേക്കാളും അപ്രീസിയേഷൻസ് എനിക്ക് വന്നു തുടങ്ങുന്നു. സോ ഹാപ്പിയാണ്. ഈ DC-ലേക്ക് വരുമ്പോൾ ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർക്ക് ഇമോഷണലി നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ലോകേഷിന്റെ സുഹൃത്തായിട്ടാണ്. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ്, ലവ്, റിവെഞ്ച് എല്ലാം കൂടെ സംസാരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് എത്രമാത്രം ചാലഞ്ചിങ് ആയിരുന്നു ഇത് പ്രണവിന്, എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് പൊതുവെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സും വില്ലൻ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് റോ ആയിട്ടുള്ള അടിത്തട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഇമോഷൻസ് ക്യാരി ചെയ്ത് പോകുന്ന പോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു രൂപത്തിനും ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത മുടിയും കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടാറുള്ളത്. ഇതിൽ തികച്ചും നരിവേട്ട കഴിഞ്ഞിട്ട് പുള്ളിയെ വിളിക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചത് അരുൺ മാധേശ്വരൻ സാറിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂള് നമ്മുടെ കയ്യിൽ തരും, ഒരാളെ നമ്മൾ മൃഗീയമായി കൊല്ലുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ അവിടെയും പോയത്. വയലന്റ് പരിപാടി ആയിരിക്കും, വയലന്റ് പരിപാടി എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. പക്ഷേ സെറ്റിൽ പോയ ശേഷം എനിക്ക് ടോട്ടലി ഒരു ചേഞ്ച് ഓവർ ആയിരുന്നു. കാരണം അതിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കര വയലന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് ആ ഒരു തലത്തിൽ നിന്ന് നമുക്ക് വേറൊരു സ്ഥലത്തിലേക്ക് നമുക്ക് പോകണം, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന രീതിയിൽ ഹീറോനെ കൺവിൻസിങ് ചെയ്ത് കൂടുതലുള്ളവരെയും കൺവിൻസിങ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കഥാപാത്രമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സമാധാനമായിട്ട് വർക്ക് ചെയ്ത് വന്നൊരു സിനിമയാണ് ആക്ച്വലി DC. ഈ ലോകേഷ് കനകരാജിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിന്റെ മാസ്റ്ററിൽ സിനിമയിൽ പ്രണവ് അഭിനയിച്ചിട്ടുണ്ട്, വിക്രത്തിലുണ്ട്. ഇപ്പൊ വിക്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രണവിനെ നോട്ട് ചെയ്യുന്നത് ഓക്കെ കമലഹാസന്റെ ആ ഒരു ടേണിംഗ് പോയിന്റ് ഇന്റർവൽ ബ്ലോക്കിൽ കൈ കൊണ്ട് കാണിച്ച ഒരു ക്യാരക്ടറാണ് പ്രണവ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോട്ടബിൾ ഒരു ആക്ടറായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിക്രത്തിലെ ഒരു ക്യാരക്ടറാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ലോകേഷ് കനകരാജായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? കാരണം മാസ്റ്ററിലും ഉണ്ട്, ഇപ്പൊ വിക്രത്തിൽ നല്ലൊരു റോള് കിട്ടി. ആക്ച്വലി 2020 മാസ്റ്ററിൻ്റെ ഒരു ഓഡിഷനായിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ചെന്നൈയിലേക്ക് പോകുന്നു, ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. എന്നെപ്പോലെ തന്നെ ഒരു 180ഓളം സ്റ്റുഡൻസ്, ആക്ച്വലി സ്റ്റുഡൻസിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു, വിജയ് സാറിൻ്റെ കോളേജ് പോർഷൻസിന് വേണ്ടിയിട്ടായിരുന്നു ഓഡിഷൻ. അപ്പോൾ അതിൽ 180ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും സെലക്റ്റഡ് ആയി, ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് ഒരു വലിയ പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു അത് പോയത്. എനിക്ക് അതുവരെ ലോകേഷ് സാറിനെ പേഴ്സണലി പരിചയമൊന്നുമില്ല. ബട്ട് ഇതെങ്ങനെയാണ് കണക്ഷൻ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ നാളെ അയക്കണമെന്ന് പറഞ്ഞിട്ടൊരു കലഞ്ഞർ TV ഒരു പരിപാടിയുണ്ട്, ടുമോറോസ് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത സന്തോഷ് എന്ന് പറയുന്നൊരു കൂട്ടുകാരനുണ്ട്. പുള്ളിയാണ് ലേറ്റർ ലോകേഷ് സാറിൻ്റെ അടുത്ത് പോയിട്ട് മാനഗരം തൊട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് അസോസിയേറ്റായി, ചീഫ് അസോസിയേറ്റായി. അങ്ങനെ മാസ്റ്റർ എത്തി നിൽക്കുന്ന സമയത്ത് സന്തോഷാണ് എന്നെ വിളിക്കുന്നത്. ഇതുപോലൊരു പരിപാടി ഉണ്ട്, അപ്പം നിനക്ക് ഒരു നല്ല സ്റ്റാർട്ടായിരിക്കും, നീ വന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കിട്ടിയ കണക്ഷനാണ്. അപ്പം നമ്മൾ പോയി മാസ്റ്ററിൽ നമ്മളെ കൊണ്ടുപോയി 3000 പേരൊക്കെ ആയിരിക്കും സെറ്റിൽ ഒരു ദിവസം വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ എവിടെയെങ്കിലും നിർത്തും. അപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ നിർത്തിയാലും മനസ്സ് തളരാതെ അവിടെ ഷോട്ട്, റോൾ ക്യാമറ, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം എവിടേക്കോ പുള്ളി നോട്ട് ചെയ്ത് ഫ്രെയിമിൽ നമ്മളെ നോട്ട് ചെയ്ത് അവൻ നല്ലപോലെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം മേ ബി വിക്രമിലേക്ക് ആ 150 പേരിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് എന്നെ ഒരാളെ മാത്രം സെലക്ട് ചെയ്തത്. അങ്ങനെ വന്നൊരു പ്രോസസ് ആയിരുന്നു. അതെ, അതൊരു നല്ല പ്രോസസ്സായിരുന്നു. പിന്നെ ആ ഒരു ബോണ്ടിങ് പിന്നെ ഞാൻ തുടരുകയായിരുന്നു. പിന്നെ അടുത്തടുത്തുള്ള പടങ്ങൾ ലിയോ വരുന്ന സമയത്തും ഞാൻ പോയി ചോദിക്കുമായിരുന്നു, അപ്രോച്ച് ചെയ്യും. പക്ഷേ അത് LCU ആയത് കാരണം നമുക്ക് ഈ ക്യാരക്ടർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പിന്നെ കൂലി വന്ന ശേഷം അതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ആണെന്നുണ്ടെങ്കിലും ഞാൻ ചോദിച്ചു, ബട്ട് നിനക്കുള്ളൊരു സാധനം ഇതിലില്ല എന്ന് പറയായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യില്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ വിളിച്ച് തരുക പതിവ്. പിന്നെ കൂലിയും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് DC ഒരു പ്രൊജക്റ്റ് സാറ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ നമ്മളെയും വിളിച്ചു. നമ്മൾ പോയി അവസാനം ലോകേഷ് സാറിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ലോകേഷ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ട്രോളുകളും മീം മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ക്രൂരമായി ട്രോൾ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കൂലി റിലീസിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു, നല്ലൊരു സ്വാഗ്, ഒരു മാസ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും പുള്ളി പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഒരു മീം മെറ്റീരിയൽ അല്ലെന്നുള്ള രീതിയിലോട്ട്
മാറുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം സെറ്റിലുള്ള ഒരു ലോകേഷ് കനകരാജൻ, എങ്ങനെയാണ് ഒരു ആക്ടർ എന്ന ലോകേഷ് കനകരാജൻ എങ്ങനെയാണ് പ്രണവ് നോക്കി കാണുന്നത്, ഡയറക്ടർ അല്ലാതെ? ഇപ്പോൾ ബ്രോ പറയുന്ന പോലെ തന്നെ കുറേ മീമുകൾ ഞാനും കാണാറുണ്ട്, ലോകേഷ് സാറിൻ്റെ സർക്കിളിലുള്ള എല്ലാവരും കാണാറുണ്ട്, ADs കാണാറുണ്ട്. അതിനൊക്കെ അപ്പുറമായിട്ട് ലോകേഷ് സാർ വരെ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് ഞാൻ DC സെറ്റിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയും, നമ്മൾ എല്ലാ പടവും സക്സസ് ആകണം എന്ന് വിചാരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എവിടെയെങ്കിലുമൊക്കെ ആ ക്രാഫ്റ്റിൽ ഒരു ചെറിയ പാളലുണ്ടാവും. അതുകൊണ്ട് ആ ഒരു സാധനം ഡൗൺ ആയി പോകുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പുള്ളി പറയാ. എൻ്റെ വർക്കിൻ്റെ കഴിവുകേട് എവിടെയോ ഒരു ചെറിയൊരു പാളൽ ഉള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. ഞാൻ അടുത്ത പ്രോജക്റ്റിൽ അത് ഞാൻ ശരിയാക്കി അവർക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഒരു ലോകേഷ് കനകരാജ് സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ ദേഷ്യം വരും, എന്തിനാ ഇത്രയും ഒരു മനുഷ്യനായിട്ട് ട്രോളുന്നേ എന്ന് നമുക്ക് തോന്നും. ബട്ട് അതൊന്നും അതൊരു പാർട്ട് ഓഫ് സിനിമ, മേ ബി ആ പ്രൊഫഷൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിച്ച് വളരെ സിമ്പിളായിട്ടാണ് പുള്ളി അതൊക്കെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ ഡയറക്ടറായിട്ടുള്ള ഒരു ലോകേഷ് സാർ എന്ന് പറയുന്നത് ഭയങ്കര കൂളായിട്ട്, ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഒരു ക്യാപ്റ്റൻഷിപ്പ് എടുത്തുകൊണ്ട് എത്രത്തോളം വൃത്തിയാക്കിയിട്ട് ഒരു സിനിമാ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ 2 പടത്തിലുമായിട്ട് ഞാൻ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ലോകേഷ് സാർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പുള്ളി അങ്ങനെ അഭിനയിക്കാനോ അതിനൊന്നും താല്പര്യപ്പെടാത്ത ഒരാളാണ്. എങ്ങനെ പുള്ളി അത് എലവേറ്റ് ചെയ്യും, എങ്ങനെ ക്യാരക്ടർ എടുക്കും എന്ന് എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങളോട് പറയുമായിരുന്നു, ഇത് ഞാൻ വിശ്വസിച്ച് ചെയ്യുന്നുണ്ട്, ഇനി നാട്ടുകാർ ചിരിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു സെറ്റിൽ. ബട്ട് ഞങ്ങൾക്ക് കുറച്ച് റഷ് ഷൂട്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ, ഓൾറെഡി നിങ്ങൾ കുറേ പ്രോജക്ട്സ് അഭിനയിച്ചതാണ്, ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു. അതെ, റഷ് ഞങ്ങൾക്ക് അപ്പം തന്നെ കാണിക്കും. കാരണം ഞങ്ങൾ ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യണ കാരണം ഇതൊന്ന് കണ്ടു നോക്ക്, ഇത് വർക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കെന്ന് പറയും. അപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു സമാധാനവും ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകേഷ് സാറിനെ എനിക്ക് കാണാൻ പറ്റില്ല, ടോട്ടലി ദാസായിട്ട് മാത്രം, ആ ക്യാരക്ടറായിട്ട് മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തു, സാർ ഇത് എന്തായാലും വർക്ക് ആവും, ടെൻഷൻ അടിക്കാതെ നമുക്കിത് ചെയ്യാം, എത്രത്തോളം നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. അതിന് ഞാൻ അരുൺ സാറിനോടും പറഞ്ഞു, ലോകേഷ് സാറിന് ഇതുപോലെ പ്രസൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എൻ്റെ മെൻറ്റർ സ്ഥാനത്തിലുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും ഒരു ചാൻസ് തന്നതിനും ഞാൻ അന്ന് അരുൺ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു, പ്രൗഡ് തോന്നുന്നു ആക്ച്വലി. ഈ ആക്ടർ എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം ഈ DC സെറ്റിൽ ഈ ഡയറക്ഷൻ പാർട്ടിലോട്ടുള്ള ഒരു കൈയടർത്തലോ അങ്ങനെ എന്തെങ്കിലും ഇല്ലായിരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമാണ് പുള്ളി നിന്നത്. അതെ, ആദ്യമേ പുള്ളി പറഞ്ഞതാണ്, ഞാൻ ആക്ടറായിട്ട് ഇതിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു സെക്ഷനിലേക്ക് ഞാൻ ഇൻ്റർഫിയർ ആവത്തില്ല, രാവിലെ ഒരു വണ്ടി വിട്ട് കഴിഞ്ഞാൽ ഞാനതിൽ കയറി വരും, ഷൂട്ടിംഗ് പാക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകും എന്നുള്ളൊരു രീതി തന്നെയാണ് പുള്ളി ഇതിലും ചെയ്തത്. ബട്ട് ഒരു ആർട്ടിസ്റ്റിന്, ആർട്ടിസ്റ്റിന് ആ സീക്വൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാറുണ്ട്, ഈ ഒരു ഡയലോഗ് നീ ഇങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സജഷൻസ് പറയും. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അറിയില്ല ഒരു ഡയറക്ടറുടെ മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് ഈ സീൻ എലിവേറ്റ് ആവുക എന്നുള്ളത്. നമ്മൾ പെർഫോമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കും. ബട്ട് പുള്ളിയാണെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച്, നീ ഈ സീൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ നോട്ടഡ് ആകും, അല്ലെങ്കിൽ നിനക്കുള്ള മൊമെൻ്റ് ആയിട്ട് മാറും, ഓഡിയൻസിന് അത് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആ പോയിന്റ്സ് പിടികിട്ടുക. അതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കൂളായിട്ട് പോയൊരു സെറ്റായിരുന്നു DC ആക്ച്വലി. ഈ സിനിമയിലെ ഫൈറ്റ് സീൻസിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു മറ്റേ ഇടിച്ചു പറക്കൽ പരിപാടിയൊന്നും ഇല്ല, ഫുള്ള് റോ പരിപാടിയാണ്. അത് അരുൺ മാത്യച്ചന്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അങ്ങനെയാണ്. ഈ ലോകേഷ് കനകരാജിന്റെ ഒരു ഫൈറ്റ്, ഇപ്പൊ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ലോകേഷ് സാർ ഇത്ര ആക്ഷൻ പടങ്ങൾ എടുത്ത ഒരാളാണ്, പക്ഷെ ഇദ്ദേഹം എങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് പരിപാടി, അതും മറ്റേ ട്രെയിലറിൽ കാണിക്കുന്ന മറ്റേ മാസ്റ്ററിന്റെ മറ്റേ ഷോ, മറ്റേ ഇടിവള ഒരു കൈ പിടിക്കുന്ന ഒരു സാധനം, അത് തിയേറ്റർ എറപ്റ്റ് ചെയ്തൊരു സീനായിരുന്നു നമ്മൾ DC കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എങ്ങനെയാണ്? ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കുറച്ച് ക്ലോസ് ഷോട്ട്സ് ആയിരുന്നു ആദ്യം എടുത്തത്. അന്ന് ലോകേഷ് സാർ സെറ്റിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും സെറ്റിലേക്ക് വന്ന് കാണുന്ന ദിവസം ഞങ്ങൾ കമ്പോസ് ചെയ്ത ഫൈറ്റ് ബാർ ഫൈറ്റ് ആണ്. അപ്പൊ അതിലേക്കാണ് ആദ്യം വരുന്നത്. പുള്ളി അഭിനയിക്കുന്ന സീനും പോലും അല്ല ഞാൻ കാണുന്നത്, ആദ്യം ഫസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് ഫൈറ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കും അതെങ്ങനെയായിരിക്കും ഫ്രെയിമിൽ കാണുവാൻ പറ്റുക എന്നുള്ളത്. ഒരു ഷോട്ട് പോയി, അത് ആക്ച്വലി ഒരു സിംഗിൾ ടേക്ക് ആയിരുന്നു. ആ ബോട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ അത് ഫുൾ സിംഗിൾ ടേക്കാ. അപ്പോൾ പുള്ളി അത് ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ ഔട്ടും കൂടെ ഒരു എത്രയോ പടങ്ങൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എത്ര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുമോ അതുപോലെയാണ് പുള്ളി ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് പോയി ചോദിച്ചു, ലോകേഷ് ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്തത്, അപ്പോൾ വിജയ് സാർ തന്നെയാണോ മനസ്സിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ അഫ്കോഴ്സ് അല്ല, കമൽ സാറാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എനിക്ക് പിന്നെയാണ് ഞാൻ പിന്നെയത് സത്യ അതുപോലുള്ള പടങ്ങളൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ സത്യയിലും ആ ഇടിവേളയുടെ പരിപാടിയൊക്കെ കമൽ സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് റീകോൾ ചെയ്ത് നോക്കി. ഓക്കെ, ഞാൻ ചോദിച്ചത് തെറ്റായിരുന്നു. വിജയ് സാറ് പുള്ളിക്ക് ഒരു ഐഡോളാണ്, എങ്കിലും കമൽ സാർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ആ ഒരു സ്ഥലത്തുനിന്ന് വിട്ടുമാറാൻ പറ്റില്ല. സോ കമൽ സാറിൻ്റെ ഒരു ഇൻസ്പിറേഷനൊക്കെ തന്നെയാണ് പുള്ളി ആ ഫൈറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് പുള്ളി പറഞ്ഞത്. ഈ അരുൺ മാതേശ്വരന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ മില്ലർ, റോക്കി, സൈനിക ഇങ്ങനത്തെ പടങ്ങളെല്ലാം ഒരു കംപ്ലീറ്റ്ലി റോ മൂഡിലുള്ള പടമാണ്. അപ്പോൾ ഈ DC-യിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഉള്ള വെറൈറ്റി ടിപ്സ് പറഞ്ഞു തരിക, നിങ്ങളെ കൺവിൻസ് ചെയ്യുക. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് പ്രണവിന്? എന്നെ സംബന്ധിച്ചിടത്തോളം റോക്കി, സാണിക്കായതും ക്യാപ്റ്റൻ മില്ലർ, ഇത് മൂന്നും നമ്മൾ പുള്ളിയുടെ അടുത്ത് നിന്ന് കണ്ട ഔട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ വേറെ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാതെ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റും ആ ഒരു റോനെസ്സും പുള്ളിയുടെ വൈൽഡ്നെസ്സും മൂന്നും മിക്സ് ചെയ്ത് എപ്പോഴും കോമ്പാക്റ്റ് ആക്കി വെക്കുന്ന ഒരു ഡയറക്ടറാണ് അരുൺ സാർ. ഇതിൽ മൊത്തത്തിൽ DC എന്ന് പറയുന്ന ഒരു സാധനം ദേവദാസ് ചന്ദ്ര, ദേവദാസിൻ്റെ കഥയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നി. സാർ നിങ്ങൾ ലവ് ആണോ, റൊമാൻറ്റിക് സ്റ്റോറി, റൊമാൻറ്റിക് ആണോ ചെയ്യാൻ പോകുന്നതെന്ന്. എപ്പോഴും നമ്മൾ ഒരെണ്ണം തന്നെ ചെയ്യണ്ടല്ലോ, ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ഇത് ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ആ പാർവതി സഞ്ജനയുടെ പോർഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ കണ്ട ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു അത്രയും ഭംഗിയായിട്ട് നമുക്കത് കാണിച്ചു തന്നു. അതേ ബ്യൂട്ടിനെസ് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്തും. ആ ഒരു റോസിൻ്റെ കളേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു മ്യൂസിക് ആംബിയൻസ് അവിടെ പുള്ളി നമുക്ക് മേക്ക് ചെയ്ത് തരുമായിരുന്നു. അതുപോലെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും എലമെൻറ്റ്സും പുള്ളി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചാണ് പുള്ളി ഷൂട്ട് ചെയ്തത്. നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടാണ്. യെസ്, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു ആ മൂഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു മൂഡ് വെച്ചുകൊണ്ടാണ് പുള്ളി അത് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ അടുത്തിരുന്ന ഒരു ഓഡിയൻസിനോട്, ഒരു ചേട്ടനോട് ചോദിച്ചു, ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ് കേട്ടോന്ന്. എനിക്ക് വർക്കായി ബ്രോ എന്ന്. അപ്പോൾ പുള്ളി സിനിമയായിട്ട് സംബന്ധം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് വർക്കായി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നി. കാരണം പുള്ളി ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു എക്സ്പെരിമെൻ്റൽ സാധനമാണ്. അത് വർക്കായി കഴിഞ്ഞാൽ ഈ പടം എന്തായാലും എലിവേറ്റ് ചെയ്യുന്നുള്ളത്. കാരണം സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ ടെറിട്ടറിയാണ്, പുള്ളി എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കും അതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എന്തായാലും പുൾ ഓഫ് ചെയ്ത് പോകുമെന്നുള്ളത് ഒരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ നടന്നു എന്നുള്ളതാണ്. ഈ അനിരുദ്ധിന്റെ കാര്യം, ഈ അരുൺ മാതേശ്വരൻ്റെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് പുള്ളി അസോസിയേറ്റ് ചെയ്യുന്നത് തോന്നുന്നു അരുൺ. അപ്പോൾ DC എന്നുള്ള സിനിമയിൽ ഒരു അനിരുദ്ധിന്റെ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അരുൺ, ലോകേഷ്, അനിരുദ്ധ്, ഈ 3 പേരുണ്ടെങ്കിലും അനിരുദ്ധിന്റെ ഫാക്ടർ കുറച്ചുകൂടി വലുതാണെന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞ് പലരും പറയുന്നത്. മ്യൂസിക്കാണ് ഈ പടത്തിന്റെ സോൾ. ഈ മ്യൂസിക്കും ബീജിയും അടിപൊളിയായിട്ടാണ്. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഗൂസ് ബംസ് വരുന്ന ട്രാക്കും ഇതൊക്കെ കയറുമ്പോഴാണ്. അപ്പോൾ അനിരുദ്ധിന്റെ ഒരു സ്കോറിൽ പ്രണവൻ ഇപ്പോൾ ആ സിനിമയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണ് അനിരുദ്ധ് എന്നുള്ളൊരു മ്യൂസിക് കമ്പോസറിനെ പറ്റി? എല്ലാവർക്കും അറിയുന്ന പോലെ സച്ച് എ ടാലൻറ്റഡ് പേഴ്സൺ ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഇനിയും നമുക്കിതുപോലെയുള്ള മ്യൂസിക്കലി പുള്ളി ഒരുപാട് ട്രീറ്റ് നമുക്ക് തരുമെന്ന് ഇനിയും നമുക്കറിയാം. ബിക്കോസ് പുള്ളിയുടെ കൂടെ മാസ്റ്റർ വർക്ക് ചെയ്തു, വിക്രം വർക്ക് ചെയ്തു, ഇപ്പോൾ DC. പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കുള്ള സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ സ്ക്രീനിൽ നമ്മുടെ ഫേസ് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അനിരുദ്ധിനെ പിന്നെ മീറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ പേഴ്സണലി ഞങ്ങൾ കണ്ടിട്ടുമില്ല, മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മൊമെന്റ് ഇവിടെ ഉണ്ടായി. ബട്ട് മറ്റേ ഡൽഹി ഇഷ്യൂസും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയത് കാരണം ഈ ഓഡിയോ ലോഞ്ച് എന്നുള്ളത് ഒരു റേവ് പാർട്ടി പോലെ ആക്കിയിട്ട് ഭയങ്കര കുഞ്ഞ് സർക്കിളിലാണ്. അന്ന് ഞാൻ പോയില്ല. അന്ന് ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നേക്കുമായിരുന്നു. എനിക്കത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഭയങ്കര യങ് ഏജിൽ അത്രയും എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് ഒരു ഈവൻറ്റിൽ A.R. റഹ്മാൻ സാർ പറയലുണ്ടായി, കുറച്ചും കൂടെ കർണാട്ടിക് സാധനങ്ങളൊക്കെ നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ലപോലെ വർക്ക്ഔട്ട് ആവും എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഒരാൾ ഗൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരാൾ ഒരു ടിപ്പ് തരുന്നു എന്ന് പറയുമ്പോൾ അത് എടുത്തുകൊണ്ട് ഒരു ടോട്ടൽ 15 to 16 ട്രാക്സ് എന്തോ ഇതിലുണ്ട്. അത് മൊത്തം നമ്മളെ പിടിച്ചിരുത്തി ആ ഒരു സാധനം നമ്മളെ കേൾപ്പിക്കുക, അത് കൺവിൻസിങ് ആയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കേ പറ്റൂ. പിന്നെ അണിക്കും ലോകേഷ് സാറിനും ഒരു നല്ല സിങ്ക് ഉണ്ട്. അപ്പോൾ ലോകേഷ് സാർ ചെയ്യുന്ന പടത്തിൽ അണീനെ തന്നെ വെക്കണം. ഇതുപോലെയുള്ളൊരു മ്യൂസിക്കൽ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അരുൺ സാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും അരുൺ സാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് അണിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇവർ 3 പേരും തമ്മിലുള്ളൊരു ടോക്സ് ഭയങ്കര നൈസായിരിക്കും. കാരണം സെറ്റിൽ വെച്ച് ഇവർ വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
റെഫറൻസ് മ്യൂസിക് വെച്ചിട്ടാണ് അരുൺ സാർ എപ്പോഴും ഷൂട്ട് ചെയ്യുക. ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് അതിന്റെ റഷ് അപ്പം തന്നെ നമുക്ക് സ്പോട്ട് എഡിറ്റിൽ കാണാൻ പറ്റും. ആ കാണുന്ന ഷോട്ട് ഫുട്ടേജ് റെഫറൻസ് മ്യൂസിക് ആയിട്ട് വെക്കും. അപ്പൊ ഞാൻ ചില സമയത്ത് ചോദിക്കും, സാർ ഇത് മ്യൂസിക് ആണോ, മ്യൂസിക് റെഡി ആയോ എന്ന് ചോദിക്കും. അല്ലല്ല, ഇത് ജസ്റ്റ് റെഫറൻസ് ആണ്, ഇത് ഇനി അണി ഒരു ലെവൽ എലിവേറ്റ് ചെയ്യാൻ മ്യൂസിക് കൊടുത്തിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അതെ, റെഫറൻസ് മ്യൂസിക് പുള്ളിയുടെ അടുത്ത് ഓൾറെഡി പുള്ളി കളക്ട് ചെയ്ത് വെച്ചതുണ്ടാവും. അത് ജസ്റ്റ് അണിക്ക് ഫോർവേഡ് ചെയ്തിട്ട് എനിക്ക് ഈ മൂഡിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു രീതിയിൽ എലിവേറ്റ് ചെയ്ത് നമ്മൾ DC-യിൽ കണ്ട ഒരു സാധനമാണ് അണി തന്നിരുന്നത്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. ഈ സപ്പോർട്ടിങ് ആക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാരിലോട്ട് വരാം. ഈ കിറ്റി, കറുപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ, അവരും സിനിമയിൽ ഈ പ്രണവിനെ പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ നമുക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് ആ രണ്ട് ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു റാപ്പോ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നൊരു? ആക്ച്വലി കിറ്റിയും കറുപ്പും രണ്ടുപേരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. അവരിതിനു മുമ്പ് ഒരുപാട് തമിഴ് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളാണ് അവർക്ക് കിട്ടിയത്. ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ കിറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിനാഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇതുപോലെ ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ, അതിൽ ടോട്ടൽ പടത്തിന്റെ വില്ലനായിരുന്നു, വലിയൊരു വില്ലനായിരുന്നു കഥാപാത്രം പുള്ളി ചെയ്തത്. പിന്നെ കറുപ്പ് എന്ന് പറയുന്ന വ്യക്തി ലബർ ബന്ദ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു തമിഴിൽ, അതിലൊരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ കൊട്ടുകാളി എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞ്. അതേപോലെ അരുൺ സാർ ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അതെ, നാടകവും റോ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തവരെ സെലക്ട് ചെയ്ത് ഓഡിഷൻ ചെയ്ത് ഈ ഫേസ് അതിന് കറക്റ്റ് ആവുമോ എന്നുള്ളത് നോക്കി പ്രീ വർക്ക് ഇതിന് ഒരുപാട് നടന്നിട്ടുണ്ട്. ഫോട്ടോഷൂട്ട്സും പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് ക്യാരക്ടർ ഷിഫ്റ്റിംഗ് തന്നെ നടന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ആദ്യം ഓഡിഷനിൽ തന്നത് സെബാസ്റ്റ്യൻ ആണ്. ഞാൻ ഓഡിഷൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളി വന്നത് കറുപ്പ് ചെയ്യാനായിട്ടായിരുന്നു. വീണ്ടും കറുപ്പിലേക്ക് പോയി. പിന്നെയും വീണ്ടും വിളിച്ചിട്ട് ഇല്ല സെബാസ്റ്റ്യൻ തന്നെയാണെന്ന്. അതുപോലെ കറുപ്പ് ചെയ്ത കഥാപാത്രത്തിന് ആക്ച്വലി ആദ്യം ഓഡിഷൻ ചെയ്തത് മറ്റേ കല്യാണ ചെറുക്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതാണ് കറുപ്പിന് കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും ഷഫിൾ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ഒരുപാട് റീവർക്ക് ചെയ്തിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഏതാണ് ആപ്റ്റ് എന്നുള്ളത് ചിന്തിച്ച് കൊടുത്തത്. അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇല്ല ഇത് ഞാനാണ്, ഇത് കറുപ്പ് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൂളായിട്ടുള്ള പേഴ്സൺസ് ആണ്. നമ്മൾക്ക് പൊതുവെ ഒരു വലിയ സെറ്റിലേക്ക് പോകുമ്പോൾ ചില പരിമിതികളുണ്ടാകും. ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതും അവർ നമ്മുടെ അടുത്ത് എങ്ങനെ ഇടപഴകും, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ നിന്ന് വരുന്ന ഒരു പയ്യനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്, അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ആയിട്ട്, ഒരു ബ്രദറായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് ഓരോ സീൻസും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഡിസ്കസ് ചെയ്യും. സീൻ തന്നതിന് ശേഷം ആക്ച്വലി ഒരു പ്രോപ്പർ അജണ്ടയിലല്ല നമ്മുടെ ഡയലോഗ്സ് എല്ലാം പോകുന്നത്. ഇപ്പോൾ ഞാനൊരെണ്ണം ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമിങ്ങിന് ദാസിനൊരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ ദാസ് ത്രോ ചെയ്യും, കിട്ടിക്കൊരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ കിട്ടി ത്രോ ചെയ്യും. ഇതെല്ലാം ഞങ്ങൾ പ്ലേ ചെയ്യാൻ വിട്ടിട്ട് ഒരു 2-3 ടേക്സ് അങ്ങനെ പോകും തോറും ഇത് ഡെവലപ്പ് ആകും. ആ ടേക്ക് 3-4 ടേക്ക് കഴിഞ്ഞ് 5ാമത്തെ ടേക്ക് വരുന്നതാണ് നമ്മുടെ സിനിമയിൽ കണ്ട ടേക്ക് ആയിരിക്കും. അതായിരിക്കും അരുൺ മാധേശ്വരൻ സാറിൻ്റെ ഒരു സ്റ്റൈല്. അപ്പം നമ്മളെ വിടും, ഫ്രീ ആയിട്ട് അങ്ങ് പ്ലേ ചെയ്യാൻ വിട്ടിട്ട് അവസാനം ആ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും. അതാണ് ടേക്ക് ആയിട്ട് എടുക്കുക. ആക്ച്വലി അങ്ങനെ ഒരു റാപ്പോ ആയിരുന്നു ഇത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. കറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി. വാമിക ഗബി അദ്ദേഹത്തിന് ഫോൺ ഗിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് റീല് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ വാമികയുടെ ഒരു ഹീറോയിനാണ്. അവര് ഇത്ര അടുത്തുള്ള കോസ്റ്റാസിന് ഒരു ഫോൺ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെയൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ സൈഡിലുള്ള ഒരു ആക്ടേഴ്സിനൊന്നും ഇവരിങ്ങനെ. അപ്പൊ എങ്ങനെ വാമികയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു സെറ്റിൽ? ആക്ച്വലി വാമികയും ഞാനുമായിട്ട് കോമ്പിനേഷൻസ് ഒന്നുമില്ല. സഞ്ജനായിട്ടുണ്ടായിരുന്നു. സഞ്ജനയും ഞങ്ങളുള്ള പോർഷൻസ് ആണ് ആക്ച്വലി ആദ്യം ഷൂട്ട് ചെയ്തത്. പിന്നെ വാമിക വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി സെറ്റിൽ പാച്ച് വർക്കിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ വലിയൊരു ഫാനാണ് അവരുടെ ഫിൽമോഗ്രാഫീസ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. ഓരോ കഥാപാത്രങ്ങളും ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടും വ്യത്യസ്ത രീതിയിലും പോർട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വാമിക. സോ പെർഫോമറായിട്ട് നമ്മളവർ നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ളത് അറിയാം. പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അവരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് സെറ്റിലാണ് മനസ്സിലായത്. ആക്ച്വലി കറുപ്പ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ഫോൺ ഓൾറെഡി പൊട്ടി കുറച്ച് ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു പുള്ളി സെറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പിലുള്ളവരാ. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന വരുന്നവരാ. അതേപോലെ പുള്ളിക്ക് വാമികയായിട്ട് കുറേ കോമ്പിനേഷൻസും ഉണ്ട്, കുറച്ച് ദിവസത്തെ ട്രാവലും ഉണ്ട്. അപ്പോൾ വാമികയെ സംബന്ധിച്ചിടത്തോളം വാമിക നോട്ട് ചെയ്യും ഓരോരുത്തരെയും, എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഇടപഴകുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ട് പെട്ടെന്നൊരു ദിവസം സെറ്റിൽ പോകുമ്പോൾ
കറുപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഐഫോൺ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കണ്ടപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇതെന്നാ പെട്ടെന്ന് രാവിലെ ഐഫോൺ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ വാമിക മേടിച്ചു തന്നു, വാമിക എനിക്ക് തന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചില്ല. വാമിക തന്നോ? ഞാൻ വിശ്വസിക്കില്ല എന്നാ ഞാനും പറഞ്ഞു. പക്ഷെ അപ്പോൾ അസോസിയേറ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു ഇല്ല, വാമിക ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്കും സർപ്രൈസിങ് ആയിപ്പോയി. അപ്പോൾ പിന്നെയാണ് പറയുന്നത് പുള്ളി അവരുമായിട്ട് ഇടപഴകിയപ്പോൾ പുള്ളി പറഞ്ഞത് ഭയങ്കര ഗുഡ് സോളാണ്. നമ്മുടെ മനസ്സ് നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ആ ഗിഫ്റ്റ് അവർ തന്നത്. ആക്ച്വലി അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതും അവരുടെ ഷൂട്ട് തീരുന്ന ദിവസം കറുപ്പിനെ തനിച്ച് ക്യാരവനിലേക്ക് വിളിച്ചിട്ട് ഒരു പേഴ്സണലി എനിക്ക് എന്തോ ഒരു തോന്നി തന്നോടൊരു തരണമെന്നുള്ളത്, അതുകൊണ്ട് താനിത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഫോൺ കൊടുത്തത്. നോർമലി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ ഗിഫ്റ്റ് തന്നു എന്നുള്ളത് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. പുള്ളി ഓപ്പൺ ആയിട്ട് അത് മേടിച്ചു തന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ്. ആദ്യം ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ടനെയാണ് അരുൺ മാതേശ്വരൻ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു പറഞ്ഞു. പുള്ളി സ്ക്രിപ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ ആ സ്ക്രിപ്റ്റ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ പടമായിട്ട് വേറൊരു പടം റെസിഡൻസ് ഉള്ളതുകൊണ്ട് ചെയ്തില്ലെന്നാണ്. ഇപ്പൊ പ്രണവ് എപ്പോഴും ഓർത്തിരുന്നു ഇപ്പൊ ഓക്കെ ലോകേഷ് അല്ലെങ്കിൽ വിജയ് ദേവരകൊണ്ടോട് അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത അങ്ങനെ എന്തെങ്കിലും ഓർത്തിരുന്നു? അല്ല, അങ്ങനെ വന്നിരുന്നെങ്കിൽ മേ ബി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം എങ്ങനെയാണത് വർക്കായിട്ടുണ്ടാവുക, കാരണം ആ ഒരു വിജയ് ദേവരകൊണ്ട എന്നുള്ളൊരു സ്ട്രക്ചറുടെ ഇതിനും സെബാസ്റ്റ്യനും കണക്ട് ആവുമോ ഇല്ല, ആ വിജയ് ദേവരകൊണ്ട എന്നുള്ളൊരു കാസ്റ്റ് വരുമ്പോൾ ടോട്ടൽ ക്രൂവിൻ്റെ മൊത്തത്തിലുള്ളത് മാറുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് വിജയ് ദേവരകൊണ്ട സാറ് വർക്ക് ചെയ്തതിനേക്കാളും ലോകേഷ് സാറ് വർക്ക് ചെയ്തപ്പോൾ ആ ദാസ് എന്നുള്ള ക്യാരക്ടറും കുറച്ചും കൂടെ എലിവേറ്റ് ആയി. എനിക്കും സാറിനുള്ള പേഴ്സണൽ കണക്ഷൻ കാരണം സെബാസ്റ്റ്യനും ദാസും നമ്മളുള്ള ക്യാരക്ടർ വർക്കായി. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. നടന്നതിനെ കുറിച്ച് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. വിജയ് ദേവരകൊണ്ട പോലുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് സ്വപ്നം തന്നെയാണ്. മേ ബി ഇനിയും നല്ല പ്രൊജക്റ്റുമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ തമിഴ് എങ്ങനെയാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്? എങ്ങനെയാണ് അവിടെ ചെന്നൈ പഠിച്ചുകൊണ്ടുള്ളൊരു? അതെ, ഞാൻ ആക്ച്വലി പഠിച്ചത് കോയമ്പത്തൂരാണ്. ഹിന്ദുസ്ഥാൻ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. സംസാരിക്കുമ്പോൾ ഒരുപാട് തമിഴ് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് തമിഴ് വേഗം ലേൺ ചെയ്യാൻ പറ്റി. ബട്ട് നമ്മൾ സിനിമ സെറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുന്നത് തമിഴിൽ തന്നെയാണ് ടെക്സ്റ്റായിട്ട്. അപ്പോൾ നമുക്കത് വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറക്ഷൻസ് വരുന്ന സമയത്ത് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ തമിഴ് വായിക്കാനും എഴുതാനും പഠിക്കുകയും ചെയ്തു. തമിഴ് എഴുതാനും വായിക്കാനും? അതെ, രണ്ടും എനിക്കറിയാം. അത് കാരണം ഞാൻ ആദ്യം ചെയ്ത പ്രൊജക്ട്സ് എല്ലാം തമിഴായിരുന്നു. അപ്പോൾ നമുക്ക് അത് എന്തായാലും നീഡഡ് ആണ്. നമുക്കൊരു സെറ്റിനകത്ത് പോയിട്ട് പെട്ടെന്ന് ഒരാൾ സ്ക്രിപ്റ്റ് തന്നിട്ട് നമുക്ക് മനസ്സിലാകാതെ നിന്ന് കഴിഞ്ഞാൽ ആരോടും ചോദിക്കാൻ പറ്റില്ല ആ ഒരു റഷിൽ. അത് കാരണം അത് പഠിച്ചു എന്നുള്ളതാണ്. ഈ തമിഴിൽ പുതിയ പ്രോജക്റ്റുകൾ ഇനി ഏതെങ്കിലും വരുന്നുണ്ടോ പുതിയതായിട്ട്? തമിഴിൽ ആക്ച്വലി ഓൾറെഡി ഞാൻ കുറച്ച് അസോസിയേറ്റ്സിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അവരുടെ പ്രോജക്ട്സ് ഓൺ ആവുന്ന ഒരു ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ DC വന്ന ശേഷം ഒന്നും കൂടെ ആദ്യം തന്നെ തമിഴ് സിനിമയിലോട്ട് ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അവിടുന്ന് തുടങ്ങാന്നുള്ളൊരു ചിന്ത വന്നത് എങ്ങനെയാണ്? അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടുള്ള ശരിക്കും തമിഴ് സിനിമയിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. ഞാൻ എൻ്റെ +2 വെക്കേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ വഴി ഞാൻ ആദ്യം പോയി എത്തിപ്പെടുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിലെ സെറ്റിലേക്കാണ്. അതിവിടെ ഷൊർണൂർ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്. നിവിൻ ചേട്ടൻ ആ ക്രൂവിൻ്റെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിലേക്ക് പോയി പെട്ടു. അതിലൊരു ക്ലൈമാക്സ് സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് സിനിമ സെറ്റ് കാണുന്നത്, സിനിമയിലെ ലൈറ്റ് വെക്കുന്നത് കാണുന്നത്, സിനിമയിലെ മൈക്കിൽ അവർ ആക്ഷൻ കട്ട് പറയുന്നത് കേൾക്കുന്നത്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ക്രൗഡ് കാണുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ആദ്യത്തെ സിനിമ സെറ്റ്. രണ്ടാമത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് പോക്കിരി രാജ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. വൈശാഖ് സാറിൻ്റെ, മമ്മൂക്കയും രാജുവേട്ടൻ, അങ്ങനെ ആർട്ടിസ്റ്റുകളെയും കാണാൻ പറ്റി എനിക്ക് അവിടെ ചെന്നപ്പോൾ. ലെജൻഡറി ആയിട്ടുള്ള അമ്പിളിച്ചേട്ടൻ, നെടുമുടി വേണു സാറ്, സലീമേട്ടൻ, സുരാജേട്ടൻ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ കാര്യം, ഞാൻ നിൽക്കേണ്ട സ്ഥലം ഈ ക്രൗഡിലല്ല, ക്യാമറയുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ചപ്പോൾ നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്തുമോ, എനിക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. മാക്സിമം വിജയ് സാറ്, സൂര്യ സാറ്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും പഠിച്ചൊരു കോഴ്സാണ്. അപ്പോൾ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് ഡെവലപ്പ് ആകും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പോയി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തു. അതിലൊരു 3 വർഷത്തോളം നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു 30ഓളം ഷോർട്ട് ഫിലിംസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി.
നാളെ കുണർന്ന് പറഞ്ഞ ചാനലിൽ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് എൻ്റെ മുഖം ഞാൻ സ്ക്രീനിൽ കണ്ടു തുടങ്ങി, ടി വിയിൽ. അവിടെ നിന്ന് ആ ഒരു ഷോർട്ട് ഫിലിംസിൻ്റെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിനു വേണ്ടിയുള്ള മെനക്കെടലൊക്കെ കണ്ടിട്ട് എന്നോട് അപ്പം തന്നെ പറയുമായിരുന്നു, എന്തായാലും നമുക്ക് നീ സിനിമയിൽ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്, കീപ് ട്രൈയിങ് എന്ന് അപ്പോഴും കൂട്ടുകാരെല്ലാവരും പറയും. അങ്ങനെ അത് കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമുക്ക് മാസ്റ്റർ എന്നുള്ള വിളി വരുന്നത്. കാരണം സന്തോഷ് കാരണം. അങ്ങനെ നമുക്ക് കിട്ടിയ പ്രൊജക്റ്റ് ആദ്യം തമിഴിൽ നിന്നായിരുന്നു. ഞാനത് സന്തോഷത്തോടു കൂടി ചെയ്തു. ബട്ട് ഒരു മലയാളി ആയിരുന്നിട്ട് മദർ ടങ്ങിൽ നമ്മുടെ ഭാഷയിൽ ഒരു പഠനം ചെയ്തില്ലല്ലോ എന്ന് എനിക്ക് ഒരുപാട് ആക്ച്വലി ഇത് വിക്രമൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് പ്രണവ് ശരിക്കും മലയാളി അല്ലെന്നാണ് ഭൂരിഭാഗം പേരും. അതെ അതെ അതെ, അത് ഈ ഒരു പോയിന്റ് വരെ ഇപ്പൊ DC കഴിഞ്ഞ് നിൽക്കുന്നവരെ ഇറങ്ങിയപ്പോ പിന്നെ മനസ്സിലായെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക് മനസ്സിലായി. കുറെ പേര് ചോദിച്ചിരുന്നു മറ്റേ ഓഡിഷൻ ചെയ്തത് ആക്ച്വലി ആ ട്രൈബ്, അതിൽ അഭിനയിച്ചവരെല്ലാവരും ട്രൈബ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ലീഡായിട്ട് ആ താമി എന്ന് പറയുന്ന ക്യാരക്ടറും ട്രൈബ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു പേഴ്സണെ പിടിച്ച് ഓഡിഷൻ ചെയ്ത് അവർ ആ സിനിമ അഭിനയിച്ചു, അവർ പോയി എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് ആണെന്നുള്ളതല്ലോ അല്ലെങ്കിൽ ഒരു മലയാളിയാണെന്നുള്ളതോ ആരും സെർച്ച് ചെയ്യാനൊന്നും നിന്നില്ല. കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടവർക്ക് മാത്രം അറിയായിരുന്നു. ബട്ട് സിനിമ പീപ്പിൾസ്, ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാം എൻ്റെ പ്രൊഫൈൽ കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. ബട്ട് ഒരു പ്രൊജക്ട് കോൾ എനിക്കത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഒരു 3-4 മാസം ഞാൻ അടുത്തത് എന്ത് എന്നുള്ള പുഷിങ്ങിലായിരുന്നു വീണ്ടും. അപ്പോൾ അരുൺ മാധേശ്വരൻ സാറിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും സംസാരിക്കാൻ ഇടയായപ്പോൾ ഞാൻ വീണ്ടും നരിവേട്ടയുടെ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും തമിഴിലേക്ക് തന്നെ പോയി. ഇത് DC കഴിഞ്ഞ ശേഷം എല്ലാവർക്കും റെക്കഗ്നൈസേഷൻ കിട്ടി, ഇവൻ മലയാളിയാണ്, ഇവനൊരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് സംസാരിക്കുന്നു. റീസെൻ്റ്ലി ലുക്മാൻ ചേട്ടൻ 2-3 ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അർജുൻ അശോകൻ ചേട്ടൻ, ഇവരൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാണ്. അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ച കഥാപാത്രങ്ങളെല്ലാം ചെയ്തു വരുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരൊക്കെ തിരിച്ച് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്യുന്നു എന്നുള്ളപ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നു. ആക്ച്വലി ഈ DC-യുടെ ഒരു പ്രിവ്യൂ ഷോന്റെ ഒരു സ്റ്റില്ല് ഭയങ്കര ഫേമസ് ആയിരുന്നു. മറ്റേ ഡയറക്ടേഴ്സ് എല്ലാവരും തിയേറ്ററിൽ ടോട്ടൽ കോളിവുഡ് മൊത്തം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പ്രണവും പ്രിവ്യൂ ഷോയിൽ ഇല്ല, ഞാനും അപ്പോഴും ഞാൻ കൊച്ചി തന്നെ. പ്രിവ്യൂ ഷോന്റെ കാര്യവും ആക്ച്വലി സർപ്രൈസിങ് ആയിരുന്നു. പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ലോകേഷ് സാറിന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. ലോകേഷ് സാർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും ഗേദർ, നമ്മളെല്ലാവരും ഞെട്ടിപ്പോ ഉള്ള സിനി ഫൈൽസ് എല്ലാം ഈ പോസ്റ്റ് കാണുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അതെ, മിസ്കിൻ, ശങ്കർ സാർ മുതൽ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ അതെ, ഇത്രയും പേര് ഒരു ഗ്യാദർ ചെയ്തതിന്റെ അത് അരുൺ മാധേശ്വരൻ സാറിന്റെ ഫിൽമോഗ്രാഫിനെ കുറിച്ച് അറിയാമെങ്കിലും ലോകേഷ് സാർ എന്നുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അത്രയും പേര് അവിടെ ഗ്യാദർ ആയത്. ആൻഡ് വന്ന് അതില് ചേരൻ സാറും ഉണ്ടായിരുന്നു. ചേരൻ സാറും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടർ ഇൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ ചേരൻ സാറും അതിലുള്ള ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അപ്പം എനിക്ക് പടം എങ്ങനെയുണ്ട് എന്നുള്ളത് വേറെ ആരെയും വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. ചേരൻ സാറുമായിട്ട് വർക്ക് ചെയ്ത സ്ഥിതിക്ക്, നരിവേട്ടയിൽ വർക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അപ്പം തന്നെ കോൾ ചെയ്തു. സാർ എങ്ങനെയുണ്ടായിരുന്നു, മൂവി ഇഷ്ടമായോ എന്ന് ചോദിച്ചു. മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നിന്റെ ക്യാരക്ടർ നീ നല്ല പോലെ ചെയ്തിട്ടുണ്ട്, നരിവേട്ട എന്നുള്ള ലുക്കല്ല, കുറച്ചും കൂടെ ഭംഗിയുണ്ട് നിന്നെ കാണാൻ ഫ്രെയിമിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. ഓക്കെ, നമ്മൾ ചെയ്തു വെച്ചൊരു സാധനം റിപ്പീറ്റ് ആയിട്ടില്ല, ഗുഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇത് തോന്നി. അതിന് പിറ്റേ ദിവസമാണ് നമ്മൾ റിലീസായിട്ട് സിനിമ കാണുന്നത്. അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് സിനിമ റിലീസ്. അതെ. പക്ഷെ ആ ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും സിനിമയിലെ പഴയ എൽ ലിംഗുസ്വാമി അവരൊക്കെ വന്നിരിപ്പുണ്ട്. വേറെ ഒരു ഡയറക്ടേഴ്സിന്റെ അപ്രിസിയേഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നോ? കണ്ടിട്ട് ഇങ്ങനെ ഇത്രയും പേരുണ്ടായിരുന്നില്ല. ഇല്ല, ആക്ച്വലി അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ പോയിന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യും. ആക്ച്വലി നരിവേട്ടയുടെ പ്രിവ്യൂ ഷോന് ചേരൻ സാറ് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയിരുന്നു. അപ്പോൾ നരിവേട്ട കണ്ട് ഇറങ്ങിയ സമയത്തും ഇതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് ചേരൻ സാറിൻ്റെ സർക്കിളിലുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, സംസാരിക്കുകയും ചെയ്യുന്നത് ആ പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. പിന്നെ അതുമല്ലാതെ നമ്മൾ ആ ഒരു സോണിലല്ലായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് അവിടെ നിന്ന് ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. ബട്ട് നമുക്ക് മലയാളിയാന്നുള്ളത് ഈ പറഞ്ഞ സ്ഥിതിക്ക് നാട്ടിൽ നിന്ന് കുറെ വിളി വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നു. തമിഴ്നാട്ടിൽ റിലീസ് എല്ലാം സെയിം ടൈമിലായിരുന്നു റിലീസ്. അതെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആന്ധ്രയിലും കേരളത്തിലുമാണ് കൂടുതൽ കളക്ഷൻ സിനിമ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ തമിഴ്നാട്ടിൽ കുറഞ്ഞു വരുന്നതിന്റെ ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, ഇത് കുറഞ്ഞു വരുന്നതിന്റെ ഉണ്ട്. ബട്ട് കൂടുതലും കേരളത്തിൽ നിന്ന് ആന്ധ്രയിൽ നിന്നാണ് ഈ പടം കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ ഇപ്പൊ പല തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, ഫുൾ ഫിൽഡ് ആണ്. ഇപ്പൊ ഞാൻ പോയി കണ്ടതും ഒരു ഫ്രണ്ട് റോയിലൊക്കെ ഇരുന്നാണ് ഞാനും കണ്ട സിനിമ. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? നമ്മുടെ മലയാളികളുടെ ഒരു
അതിന് ഓരോ സോണിനും ഓരോ പ്രത്യേകതയുണ്ട് ബ്രോ. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഫ്ലേവർ വെച്ച് നോക്കുന്ന സമയത്ത് തെലുങ്കാന പീപ്പിൾസിന് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. അവരുടെ ഒരു ഫ്ലേവറും അവരുടെ ഒരു രീതിയും ആ ഒരു ലുക്ക് വൈസും. നിങ്ങൾ റേണിഗുണ്ട എന്ന് പറഞ്ഞൊരു മൂവി വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ആ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഫ്ലേവറാണ്. അവിടുത്തെ ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈവായിട്ട് അവരുടെ ഇടയിൽ നടക്കുന്ന പരിപാടികൾ ഇതുപോലെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തമിഴ് സിനിമ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിതുപോലെ ഒരുപാട് പീക്ക് സാധനങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അവർ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിടും. പക്ഷെ നമ്മൾ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധനം ഒരു ജെമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യും. നമ്മളൊരു തൃപ്തി വന്ന ശേഷം നമ്മൾ അതിനെ താഴെ ഇറക്കി വെക്കുള്ളൂ. അതാണ് ഈ സോണുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ കഴിഞ്ഞിട്ട് DC മാനേജർ എന്നെ വിളിച്ചായിരുന്നു. പ്രണവ് നീ ഇവിടെ ഇല്ലെന്നുള്ളത് അറിയാം, എങ്കിലും നീ സിനിമയിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. നമ്മുടെ സിനിമ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, ചെന്നൈയിൽ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ചെന്നൈയിൽ ഓടുന്നതിനേക്കാളും പുള്ളി പറഞ്ഞത് തെലുങ്കാനയിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്, നല്ല രീതിയിൽ അവിടെയുള്ള ഓഡിയൻസിന് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ റിലീസിൻ്റെ അന്ന് ഞാൻ കൊച്ചിയിലായിരുന്നു. നമുക്ക് ആ സമയത്ത് തുടക്കവും കൂടെ റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് തുടക്കം കഴിഞ്ഞിട്ടേ എന്തായാലും DC കാണുള്ളൂ എന്നുള്ളത് അറിയാം. അപ്പൊ ഫ്രൈഡേ വലിയ രീതിയിൽ പോയില്ല പടം. തുടക്കത്തിന്റെ പ്രിഫറൻസ് ഷോ കഴിഞ്ഞ് അടുത്തത് കയറിയത് DC. ആ ഒരു കേരള കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് DCയുടെ ഒരു ലെവല് കൂടിയത്. പിന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് തരംഗമായി. പിന്നെ മൊത്തത്തിൽ DC ഒന്ന് പവറായി കത്തിയാണ്. ഈ ലോകേഷ് ഇനി അടുത്തൊരു സിനിമയിലോട്ട് അഭിനയിക്കുമോ ഇല്ലയോ എന്നല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു? അടുത്തൊരു പടങ്ങളിലെല്ലാം അഭിനയിക്കുമോ? അതുകൊണ്ട് അതിന്റെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇതിൽ ചുമ്മാ ഫണ്ണായിട്ട് പുള്ളി പറഞ്ഞത് ഞാൻ ആക്ച്വലി ആക്ടിങ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ച് വന്നത്, പക്ഷെ ഭയങ്കര ടാസ്ക്കാണ്, ഞാനിനി അഭിനയിക്കാൻ വരില്ല. അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അരുൺ സാറിന്റെ പടത്തിൽ എന്ത് തന്നെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണമല്ലോ. നമ്മളെ പോലുള്ള വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റ് എൻ്റെ ആദ്യത്തെ ടേക്ക് എടുക്കുന്നത് ഞാൻ വീഴുന്നൊരു ഷോട്ടായിരുന്നു. 10-14 പ്രാവശ്യം ഷോട്ട് ചെയ്തിട്ടാണ് അത് ടേക്ക് ഓക്കെ ആക്കിയത്. അപ്പം അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് പുള്ളിക്ക് അത് വേണ്ട വരെ പുള്ളി എടുക്കും. അതേപോലെ ലോകേഷ് സാറിൻ്റെ അടുത്തും പുള്ളി മേടിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ലോകേഷ് സാറിനൊരു ടെൻഷൻ, ഇനി ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞു. ബട്ട് എല്ലാവരുടെയും ആഗ്രഹം പുള്ളി ഇനി ചെയ്യണം, പുള്ളിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇതുപോലെ വരണം എന്നുള്ളത് ആഗ്രഹമാണ്. ബട്ട് പുള്ളിക്കും കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്ന്. ഓൾറെഡി നമ്മൾക്ക് LCU ഇനിയും തരാൻ ഒരുപാടുണ്ട്, കൈദി 2 വരാനുണ്ട്, വിക്രം 2 ഉണ്ട്, കമ്മിറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ റോളക്സ് ഉണ്ട്. ഈ LCUവിന്റെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയാറുണ്ടോ? സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ പ്ലാൻ ഓൺ ആണോ അതോ എന്താണ് അതിന്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള പിന്നെ പുള്ളിയായിട്ട് തന്നിട്ടില്ല? പ്ലാന് ഓൺ ആണെന്നുള്ള കാര്യം പുള്ളി ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കൂലി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ് മീറ്റിൽ പുള്ളി പറഞ്ഞായിരുന്നു, ഇതെല്ലാം എൻ്റെ പേഴ്സണലി സംബന്ധപ്പെട്ട കാര്യമല്ല, ഇതെല്ലാം ഓരോ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ഇവിടുന്ന് ഇപ്പോൾ കൈദിയും വിക്രമും തമ്മിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എല്ലാവരും സൈൻ ചെയ്തുണ്ടാകുന്ന ഒരു ടീം മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ LCU അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാനും പറ്റില്ല, കമ്മിറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും തീർക്കണമെന്നുള്ളതിൽ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതിനുള്ള പ്രോസസ്സും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ അല്ലു അർജുൻ സാറിൻ്റെ പ്രൊജക്റ്റും കൂടെ വന്ന കാരണം അത് കഴിഞ്ഞ ഉടനെ തന്നെ കൈദി തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്, കൈദി 2 തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് പുള്ളി പറഞ്ഞത്. ഇനി എന്താണ് പ്രോസസ്സ് എന്നുള്ളത് നമുക്കറിയില്ല, കണ്ടു തന്നെ അറിയണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പ്രണവ് ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റി തന്നെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ആ തണ്ണിക്കാൻ എന്നാണല്ലോ പറയാ, തണ്ണിക്കാൻ ഇടാൻ വന്ന പയ്യനെയാണല്ലോ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പം ഞാൻ ചോദിക്കും, ആ തണ്ണിക്കാൻ ഇടുന്ന പയ്യൻ ജീവനോടുണ്ടോ, അണ്ണാ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് ആലോചിക്കട്ടെടാ, ഇല്ലെങ്കിൽ തന്നെ തരയ്ക്കാത്ത 1000 പ്രശ്നങ്ങളാണ് ഇതിനിടയിൽ, തണ്ണിക്കാൻ ഞാൻ എവിടെയെങ്കിലും നോക്കട്ടെ എന്നൊക്കെ പുള്ളി ഫണ്ണായിട്ട് പറയുമായിരുന്നു. പിന്നെ LCUവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. പുതിയ സിനിമകളെ കുറിച്ച് പുള്ളി സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് മലയാള സിനിമകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറ്? ഞാൻ ചോദിച്ചു. മലയാളത്തിൽ ആക്ച്വലി നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് ദുരന്തർ റിലീസാകുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ദുരന്തർ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ മലയാളം റീസെൻ്റ്ലി ഏതാ ലൊക്കേഷനാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ കിട്ടിയ സമയത്ത് കണ്ടത് കളങ്കാവലാണ്. കളങ്കാവൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പുള്ളിക്ക് ആ ക്യാരക്ടർ ഷിഫ്റ്റിംഗ് കൊടുത്തത്, വിനായകൻ ചേട്ടൻ ഈ ക്യാരക്ടർ കൊടുത്തതും മമ്മൂക്കാക്ക് ആ ക്യാരക്ടർ കൊടുത്തതും അതെ ഒരു പുതുമയുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര അതിൻ്റെ റൈറ്റിംഗ് ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ കളങ്കാവിൻ്റെ റൈറ്റർ ജിഷ്ണു ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ഷൂട്ടിംഗ് ഇത് പുള്ളി പറഞ്ഞു തന്ന തന്നെ ഈവനിങ് ഞാൻ പുള്ളിയോട് അത് കൺവേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പുള്ളിയും പറഞ്ഞു, ഞാനും ബാങ്കിൽ നിന്ന് വർക്ക് ചെയ്ത് വന്ന ഒരാളാണെന്ന് ജിഷ്ണു ചേട്ടനും പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ലോകേഷ് സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു വാക്ക് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, സാറിനോട് അന്വേഷണം പറയാമെന്ന് പറഞ്ഞു.
നരിവേട്ട ഞാൻ ചോദിച്ചു, നരിവേട്ട കണ്ടോന്ന് ചോദിച്ചു. എല്ലാവരും പറയുന്നുണ്ട് നരിവേട്ടയെ കുറിച്ച്, പക്ഷെ ഞാൻ ഇനി കണ്ടിട്ടില്ല, ഞാൻ എന്തായാലും കാണാമെന്നും പറഞ്ഞു. പിന്നെ അല്ലു സാറിന്റെ പ്രോജക്റ്റിനെ കുറിച്ചും ചോദിച്ചു. അതിനെക്കുറിച്ചും കുറച്ച് പരിപാടികൾ പറഞ്ഞു. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു പുറത്തൊന്നും പറയാൻ പറ്റില്ല. അതെ, എന്നെ പിന്നെ അകത്ത് കയറ്റത്തില്ല. എന്തായാലും എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും. അതില് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം സ്ക്രിപ്റ്റ് വൈസും കഥ വൈസും എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഒരു ബിഗ് തിങ് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് മാത്രം അറിയാം. അല്ലു സാർ എന്നുള്ളത് തന്നെ ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ളൊരു മെറ്റീരിയലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ പോകുന്ന ഒരാളുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോഴാണ് ഞാൻ ആകെ അതിശയിച്ചു പോയത്. അത് നമുക്ക് സർപ്രൈസിംഗ്ലി കാണാം. അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ഇച്ചിരി നമ്മളൊക്കെ അമ്പരന്ന് നോക്കി പോകുന്ന ഒരാൾ തന്നെയാണ്. ഇനി ഞാൻ നരിവേട്ടയിലോട്ട് വരാം. നരിവേട്ടയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ട് ഒരുപാട് പ്രശംസകൾ കിട്ടി പ്രണവ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും ഈ മുത്തങ്ങ ഇൻസിഡന്റിന്റെ ശരിക്കും അതിന്റെ ഹൈക്കോടതി വിധിയൊക്കെ വന്നു. അപ്പോൾ ശരിക്കും അവർക്ക് നീതി കിട്ടിയെന്നുള്ളൊരു സാധനമുണ്ട്. എങ്ങനെയാണ് அவங்க ആ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോകുമല്ലോ. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ ഉള്ളൊരു എന്താണ്, അത് ചലഞ്ചിങ് ആയിരുന്നു ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്? ഇത് ആയിരുന്നു. അപ്പോൾ ആ ലാംഗ്വേജ് പറയാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇത് ബേസിക്കലി ഒരു സെറ്റ് ഇട്ടിട്ട് ഒരു ആർട്ടിസ്റ്റിനെ അതിൽ അഭിനയിച്ച എല്ലാവരെയും ഓഡിഷൻ ചെയ്ത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം താമി എന്ന് പറയുന്ന ക്യാരക്ടറെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നത് ആ പീപ്പിൾസ് തന്നെയായിരുന്നു. നരിവേട്ടയിൽ അഭിനയിച്ച എല്ലാവരും ഒറിജിനൽ ട്രൈബ്സ് തന്നെയാണ്. അപ്പോൾ അതിലുള്ള മുത്തശ്ശിമാരും അതിലുള്ള ചേട്ടന്മാരൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു. അതിൽ ഒരു അമ്മമ്മ പറയും, എൻ്റെ കാല സമരത്തിൽ അന്ന് അങ്ങനെ ആയതിനു ശേഷം ഇപ്പോഴും എനിക്ക് ആ പെയിൻ ഉണ്ട്, എനിക്ക് നടക്കുന്നതിൽ പ്രശ്നമുണ്ടെന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കും, എന്താ ശരിക്കും സംഭവിച്ചതെന്നും അവരുടെ ആ വേദന എന്താണെന്നുള്ളത് എല്ലാവരും മാറി മാറി പറയുന്ന സമയത്ത് നമുക്ക് ആ പെയിൻ അകത്തേക്ക് വരുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചത്. നീതിക്ക് വേണ്ടി പച്ചയായ മനുഷ്യരുടെ ഒരു പോരാട്ടമായിരുന്നു. അവരെന്തിനെ അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തിന് അവരെ തല്ലി നിഷേധിക്കപ്പെടുത്തി, അങ്ങനെയുള്ള പല ചിന്തകളും വരുത്തിക്കൊണ്ടാണ് ആ സിനിമ നമുക്ക് ആ ഒരു 45 ദിവസത്തെ ഷെഡ്യൂളും ഈ സമരഭൂമിയിലേക്ക് കയറിയ ശേഷം വേറെ ഒന്നും മൈൻഡിലുണ്ടാവില്ല. കാരണം ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ അത് അനുഭവിച്ചല്ല. അപ്പോൾ ആ അനുഭവത്തെ നമ്മുടെ അകത്തേക്ക് എടുത്ത് അത് പുറത്തേക്ക് കറക്റ്റായിട്ട് ആ ക്യാരക്ടറെ ഒരു ഡെലിവറി ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു തന്ന ആ ഒരു രീതിയും ആ ഒരു കഥയും അവരുടെ ഭാഷയും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം അവിടെ നിന്ന് എടുത്തത് തന്നെയാണ്. അനുരാജ് ചേട്ടൻ്റെ മെയിനായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നീ നോക്കി പഠിച്ചോ എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. നീ അവരെ നോക്കി പഠിച്ചോ, ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നിനക്കറിയാലോ, നീ അവരെ നോക്കി പഠിച്ചോ. എങ്ങനെ നരിവേട്ടയിലോട്ടുള്ളൊരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു പ്രണവിന്റെ? നരിവേട്ടയും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആക്ച്വലി സൂപ്പർ സിന്ദഗി കഴിഞ്ഞിട്ട് ഇതുപോലെ ഇരിക്കുവാ ഞാൻ എല്ലാ സിനിമ കഴിഞ്ഞാലും വീട്ടിൽ ചെന്ന് ഇരിക്കും കുറച്ച് ദിവസം, എന്താ അടുത്ത പരിപാടി എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നരിവേട്ടയുടെ മോഷൻ പോസ്റ്റർ ഇവർ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു കാട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് കുറച്ച് പോലീസുകാർ ഇറങ്ങി ഒരു കുടിലുകൾക്കിടയിലേക്ക് ഓടുന്നു, നരിവേട്ട എന്നുള്ളൊരു ടൈറ്റിൽ വരുന്നു. അപ്പോൾ ടൈറ്റിലാണ് എന്നെ ക്യാച്ച് ചെയ്തത്. നരിവേട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും, എനിക്ക് കാടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നരിവേട്ട എന്ന് കേട്ടപ്പോൾ തന്നെ എന്തെങ്കിലും എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഷൂട്ട് ചെയ്യുന്നതും സിനിമ തീരുന്നതും ഒന്നും നമുക്കറിയില്ല. മോഷൻ പോസ്റ്റർ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞ സിനിമയായിരിക്കും. അപ്പോൾ ഇതും അതുപോലെ ഷൂട്ട് കഴിഞ്ഞ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്ടർ ആരാ നോക്കി, ഇഷ്കിൻ്റെ ഡയറക്ടറാണ്. ഇഷ്ക് പോലെ ഒരു സിനിമ ഭയങ്കര കളർഫുള്ളായിട്ട് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ രൂപം വെച്ച് നമ്മൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടേഴ്സ് ഒന്നും വിളിക്കില്ല. ശരി, ഏതായാലും ഒന്ന് അറ്റൻഡൻസ് ഇട്ട് വെച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേകേട്ടനും ഡയറക്ടർ അനുരാജേട്ടനും ടാഗ് ചെയ്തിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇറക്കുന്നത്. ആ ടാഗിലാണ് അവരെൻ്റെ പ്രൊഫൈൽ കാണാനിടയായതും അവർ അത്രയും ദിവസം തപ്പിക്കൊണ്ടിരുന്നത് താമിയായിരുന്നു. അങ്ങനെ ആ പോസ്റ്റ് വഴി ആ ഒരു മെസ്സേജ് വഴിയാണ് താമിയിലേക്കുള്ള വിളി വന്നത്. ഓഡീഷൻ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഡിഷൻസ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ഡിസ്കഷിങ് ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരാഴ്ച, ആ പട്ടിക്കുട്ടിയുടെ കൂടെ ഒരാഴ്ച ട്രെയിൻ. ടോവിനോട് കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹമായിട്ട് ഇപ്പോഴും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ? അതെ, നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് കോ ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് അത്രയും ഫ്രീഡം തന്ന്, കാരണം ടോവിനോ ഇപ്പോൾ പ്രണവൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ പടങ്ങളിൽ ചെറിയ വേഷം ചെയ്ത് ഒരു ബഡ്ഡിങ് ആക്ടറായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും
അത് തന്നെ എന്തെങ്കിലും ഒരു സാമ്യ സിമിലാരിറ്റീസ് ഒക്കെ തോന്നുമല്ലോ. അത് തന്നെയായിരുന്നു എൻ്റെ ഊർജ്ജവും. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും പണിപാളി നിൽക്കുവോ അല്ലെങ്കിൽ ചെറിയ ടെൻഷൻ വന്നു കഴിഞ്ഞാലോ ടോയ് ചേട്ടനെ നോക്കിയാൽ തന്നെ നമുക്ക് ആ ടെൻഷൻ പോകും. കാരണം പുള്ളി വന്ന രീതി, പുള്ളി വന്ന ഒരു പാത എവിടെന്നാന്നുള്ളത് നമുക്കറിയാം. അതേപോലെ നമുക്കുള്ള സ്പേസ് തരും പുള്ളി. നീ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ടോയ് ചേട്ടനെ ചവിട്ടുന്ന ഒരു സീനിൽ എനിക്ക് കാല് പൊങ്ങുന്നില്ല, നെഞ്ചത്ത് തന്നെ ചവിട്ടാൻ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ചവിട്ടിയില്ലെങ്കിൽ ഇത് വെക്കാവില്ല, നീ ചവിട്ടിയാലേ നമുക്ക് നടന്നു പോവുള്ളൂ എന്ന് പറഞ്ഞ് അത്രയും സ്പേസ് തരുന്ന ഒരാളാണ്. അതുപോലെ നരിവേട്ട കഴിഞ്ഞ ശേഷവും ഞാനിങ്ങനെ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ ചെയ്യും, ചേട്ടാ ഞാൻ ആകെ പെട്ടിരിക്കുക, അടുത്ത പടങ്ങളൊന്നും വരില്ല, നീ വെയിറ്റ് ചെയ്യ്, നീ കീപ് ട്രൈ, മലയാളം മാത്രം നോക്കണ്ട, തമിഴും ചെയ്യ്, നമുക്കുള്ള അവസരങ്ങൾ നമുക്ക് എന്തായാലും വരും, നീ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മളെ കൊണ്ടുപോയി അടുത്ത ഡയറക്ടറെ അടുത്ത് വിളിച്ച് നിർത്തണമെന്നൊന്നുമില്ല. പടം സക്സസ് ആയാലും അവർ വിളിക്കണമെന്നില്ല, നമ്മളായിട്ടും ട്രൈ ചെയ്യണം. അതെ അതെ, അത് തന്നെയാണ് അതിൻ്റെ ഇത്. കീപ് പുഷിങ് എന്നുള്ളത് ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡെസ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പറയാനെങ്കിലും ആൾക്കാരുണ്ടല്ലോ ടോയ് ചേട്ടനെ പോലെ. അതേപോലെ ധ്യാൻ ചേട്ടനും DC ചെയ്തിട്ടുള്ളത് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു, പുള്ളിയുടെ പരിപാടികളൊക്കെ ഓൺ ആവട്ടെ, ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നല്ല കോൺടാക്റ്റിലാണ് എല്ലാവരുമായിട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത എന്തെങ്കിലും പ്രോജക്റ്റുകൾ പ്ലാനിലുണ്ടോ അതോ? പ്ലാൻ ചെയ്ത് ഒന്ന് കഴിഞ്ഞ് അടുത്തിലേക്ക് ചാടി പോകുന്നൊരു പരിപാടി ഇല്ല. ഒരെണ്ണം കഴിഞ്ഞ് ഇച്ചിരി വെയിറ്റ് ചെയ്ത് അടുത്തത് ഒരു ചൂസബിൾ ആയിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊജക്ട്സ് ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ ഈ പ്രൊഫൈൽ വെച്ച് പുഷ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ലത് വന്ന് നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. എന്തായാലും DC ഇപ്പോൾ നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, തമിഴ്നാട്ടിലും നല്ല കളക്ഷൻ. 50 കോടിക്ക് മേലെ വേൾഡ് വൈഡ് അല്ലേ? അപ്പോൾ ഇനി അത് 100 കോടി ആവട്ടെ. പ്രണവിന് കുറച്ചുകൂടി നല്ല റോളുകൾ ലഭിക്കട്ടെ. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ഫിലിംസിൽ ഒന്ന് ചേർന്നതിൽ ഒരുപാട് നന്ദി. എനിക്കും റിപ്പോർട്ടറിലേക്ക് വിളിച്ച് ഇതുപോലൊരു സെഷൻ അറേഞ്ച് ചെയ്ത് തന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും ഞാനും റിപ്പോർട്ടറിനോട് എന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.